ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളെല്ലാവരും വെള്ളയണിയിൽ മീൻ വാങ്ങാൻ വന്നതാണ്. കടൽ മീൻ ഇപ്പോൾ കിട്ടാറില്ല. അപ്പോൾ ഇവിടെ പാലം പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് വെള്ളയണി കാക്കാമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബ്രിഡ്ജ് വരുന്നത്. മുൻപ് ഇവിടെ മഴ പെയ്യുമ്പോൾ ഈ റോഡ് ഏതാണ് കായൽ ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ. എപ്പോഴും വെള്ളം കെട്ടുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പേർ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. ഇനി പാലം പണി കഴിഞ്ഞായിരിക്കും 4 വീലറൊക്കെ ഇതുവഴി കടത്തിവിടുക. ഇപ്പോൾ 2 വീലർ മാത്രമേ ഇതുവഴി കടത്തിവിടുകയുള്ളൂ. എന്നാലും ഈ ബ്രിഡ്ജ് കംപ്ലീറ്റ് ആകുമ്പോൾ കാണാൻ ഒരു കിടിലൻ സ്പോട്ടായിരിക്കും. ബ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് കായലിൻ്റെ 2 സൈഡിലും വ്യൂ നന്നായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും കുമ്പിച്ചൽ ബ്രിഡ്ജ് ഫേമസ് ആയതുപോലെ ഇതും ഫേമസ് ആകുന്ന ഒരു സ്ഥലമായിട്ട് മാറും. എവിടെ കണ്ട ഒരുപാട് സിലോപ്പി ഉണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു സിലോപ്പി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നേരിട്ട് പിടിക്കുന്ന മീനിനെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകാം. നമുക്ക് മീൻ പിടിക്കുന്ന കാഴ്ചകളും കാണാം, മീൻ വാങ്ങിയിട്ടും പോകാം. കരിമീനും വരാലും തിലോപ്പിയും കൊഞ്ചും ഇതെല്ലാം വേണമെങ്കിൽ തൊട്ടടുത്തൊരു കായൽ മീനിനായിട്ട് ഒരു സൊസൈറ്റി ഉണ്ട്. എല്ലാ മീനുകളും ഇവിടെയാണ് കൊണ്ടുവരുന്നത്. എല്ലാവരും ഇവിടെ കരിമീൻ വാങ്ങാനാണ് വരുന്നത് കേട്ടോ. ഇവിടെ നല്ല വില കുറവിൽ കരിമീനൊക്കെ വാങ്ങാൻ കിട്ടും. ഏറ്റവും കൂടുതൽ കരിമീൻ കിട്ടുന്നതും ഈ വെള്ളയണി കായലിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് മീൻ വേണോ ഇവിടെ വന്ന് വാങ്ങാം. രാവിലെ വന്നാൽ മാത്രമേ കരിമീൻ കിട്ടത്തുള്ളൂ കേട്ടോ. രാവിലെയാണ് ഏറ്റവും കൂടുതൽ കരിമീനുകൾ വരുന്നത്. ഇനി അടുത്ത് ഫേമസ് ആകാൻ പോകുന്ന ഒരു ബ്രിഡ്ജാണ്. ഈ പാലത്തിന്റെ പണി എന്ന് കഴിയും? എത്ര നാളെടുക്കും? ഓണം കഴിയുമ്പം കംപ്ലീറ്റ് ആവും. അപ്പോൾ ഓണത്തോടു കൂടി ഇത് കംപ്ലീറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 70% പണി ആയിട്ടുണ്ട്. അങ്ങനെ മീനും വാങ്ങി വെള്ളയണിക്കായലിൻ്റെ കാഴ്ചകളും കണ്ട് ചളം കുളമായി വീട്ടിലോട്ട് യാത്രയായി കേട്ടോ. നല്ലപോലെ ചെളിയായിരുന്നു റോഡിൽ. കുറച്ച് ചെളി ചവിട്ടിയാൽ എന്താ, മീൻ കിട്ടിയല്ലോ. കുറച്ച് ദിവസമായി മീനൊക്കെ ഒന്ന് കിട്ടിയിട്ട്. നമുക്കിവിടെ മീൻ അങ്ങനെ മഴ പെയ്തതിന് ശേഷം കിട്ടാറില്ല. കായൽ മീനായാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഇറങ്ങിയത്. അപ്പം ഇതാണ് കാക്കാമൂലയിലെ സൊസൈറ്റി. അപ്പോൾ ഇവിടെ നിന്ന് മീൻ മേടിക്കണമെങ്കിൽ നിങ്ങൾ രാവിലെ എത്തണം. 8 മണിക്ക് മുന്നായിട്ട് തന്നെ ഇവിടെ നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ മീൻ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഈ ചേറ് ചവ ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണും. അപ്പോൾ അതിനൊരു ട്രിക്കുണ്ട്. അടുത്ത വീഡിയോയിൽ എങ്ങനെ നമുക്ക് ചേറ് ചവയില്ലാതെ ഈ മീൻ കുക്ക് ചെയ്തെടുക്കാം എന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ.